നമസ്കാരം, എല്ലാവർക്കും ഐറസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അയോണ അർജുൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏറെ പ്രയോജനപ്പെട്ടതും അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഏതെല്ലാം തൈലങ്ങൾ അല്ലെങ്കിൽ ഏതെല്ലാം കുഴമ്പുകളാണ് എപ്പോഴും നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് മഴക്കാലം അല്ലെങ്കിൽ കർക്കിടക കാലത്തൊക്കെ ഏതെണ്ണയാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം ആദ്യമായി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ധന്വന്തര തൈലം അല്ലെങ്കിൽ ധന്വന്തര കുഴമ്പാണ്. ധന്വന്തര തൈലമാണെങ്കിൽ കുറച്ച് പ്രായം കുറഞ്ഞവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ധന്വന്തര തൈലം. അതേസമയം ഒരു 50 വയസ്സിന് മുകളിലേക്കുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ധന്വന്തര കുഴമ്പ് യൂസ് ചെയ്യാം. ഇത് ഡെയിലി തേച്ച് കുളിക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള വിഷയങ്ങളും ഇല്ല. നിങ്ങളൊരു മസിൽ റിലാക്സേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിഫ്നെസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈക്ക് വേദന, കാലിന് വേദന, അങ്ങനെ വേദനകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ധന്വന്തര തൈലം യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമതായി ആർക്കും ഉപയോഗിക്കേണ്ടത് യങ്സ്റ്റേഴ്സിന് വേണ്ട, പ്രായമായവരൊന്നും വേണ്ട, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലമാണ് കർപ്പൂരാതി തൈലം. നമുക്കറിയാം അതിന് നല്ലൊരു ഹൃദ്യമായ സ്മെല്ലാണ്. അതിന് നല്ലൊരു റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ല, തൈലങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ബോഡിക്ക് മാത്രം ഒരു റിലാക്സേഷൻ അല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സോടെ ഒന്ന് റിലാക്സ് ആവാൻ നിങ്ങൾ സഹായിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേദനകളോ, സാധാരണഗതിയിൽ ഷോൾഡർ പെയിൻ ഉണ്ടാവാറുണ്ട്, കാഫ് മസിൽസിന് പെയിൻ ഉണ്ടാവാറുണ്ട്, നിങ്ങൾക്ക് വർക്ക് ലോഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ, ആൻസൈറ്റി ഒക്കെ വരാറുണ്ട്. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കർപ്പൂരാതി തൈലം വൺ ഓഫ് ദി ബെസ്റ്റ് ഓയിൽ തന്നെയാണ്. ബെല തൈലം എന്ന് പറയുന്നത് വേദന സംഹാരിയായിട്ടുള്ള തൈലം തന്നെയാണ്. അതും ആർക്ക് വേണേലും ഉപയോഗിക്കാവുന്നതാണ്. അവസാനമായി എനിക്ക് പറയാനുള്ളത് ബെല അശ്വഗന്ധാതി തൈലമാണ്. അതും വളരെ നല്ലൊരു തൈലമാണ്. ആർക്ക് വേണേലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലം തന്നെയാണ് ബെല അശ്വഗന്ധാതി തൈലം. ഇത് നല്ലൊരു മൈൻഡ് റിലാക്സേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഒന്ന് കാം ഡൗൺ ആക്കാൻ വേണ്ടി സഹായിക്കുന്നു. വർക്ക് ലോഡ് കാരണോ അല്ലെങ്കിൽ വർക്ക് പ്രഷർ ഒക്കെ കാരണം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തൈലം വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബോത്ത് മൈൻഡ് ആൻഡ് ബോഡിക്ക് ഒരു റിലാക്സേഷൻ തരാൻ സഹായിക്കുന്നു. അപ്പൊ ഈ 4 തൈലങ്ങളാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ മഴക്കാലത്തോ കർക്കിടക കാലത്തോ എപ്പോ വേണമെങ്കിലും യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ കൂടാണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 4 തൈലങ്ങൾ ഞാൻ ഈ പറഞ്ഞവയാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വീക്ക്ലി വൺസോ ചോയ്സോ മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾ മിനിമം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് മാത്രം നിങ്ങൾ അത് നന്നായി ദേഹത്ത് തേച്ച് വരച്ച് വെക്കുക. അതിനുശേഷം അത് നല്ലൊരു തുണി കൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു ടിഷ്യൂ കൊണ്ടോ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ സാധാരണ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോപ്പ് വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ചെറുപയർ പൊടിയോ കടലപ്പൊടിയോ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകി കളയുക. അപ്പൊ ഇത് ആഴ്ചയിൽ 1-2 ദിവസം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. Until then, thanks for watching.